കാലം മാറുന്നതിനനുസരിച്ച് ബന്ധങ്ങളിലും പല വിധത്തിലുള്ള മാറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ആളുകൾക്കിടയിലെ ഡേറ്റിംഗ് രീതികളിലും വലിയ മാറ്റങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. പുതിയൊരു തരം ഡേറ്റിംഗ് രീതി അടുത്ത കാലത്ത് പുതുതലമുറകൾക്കിടയിൽ ശ്രദ്ധ നേടുകയാണ്. ജെൻസിയുടെയും മില്ലേനിയൽസിന്റെയും ഇടയിലാണ് ഈ ഡേറ്റിംഗ് രീതി കൂടുതൽ ട്രെൻഡായിരിക്കുന്നത്. എന്താണ് അഫോ ഡേറ്റിംഗ് എന്ന് പരിശോധിക്കാം. ഡേറ്റിംഗിനിടെ തന്റെ സമ്പാദ്യങ്ങളെക്കുറിച്ചും ബജറ്റിനെക്കുറിച്ചും പങ്കാളിയോട് വെളിപ്പെടുത്തുന്ന രീതിയാണ് അഫോ ഡേറ്റിംഗ്. സാമ്പത്തിക സാഹചര്യങ്ങൾ പങ്കാളിയിൽ നിന്നു മറച്ചുവെക്കുന്നതിനു പകരം അവയെക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇതിലൂടെ മാനസിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കാനും അധികം പണച്ചെലവുള്ള ഡേറ്റിംഗ് രീതികൾ ഒഴിവാക്കാനും കഴിയും. കൂടാതെ ബന്ധങ്ങളിൽ കൂടുതൽ സത്യസന്ധത പ്രകടമാകുമെന്നും പുതുതലമുറ വിശ്വസിക്കുന്നു. പങ്കാളികൾക്കിടയിലെ ബന്ധത്തിൽ സമ്മർദ്ദം കുറയുകയും കൂടുതൽ ആധികാരികമാകുകയും ചെയ്യുന്നു. അതിനാൽ രണ്ടുപേർക്കും തങ്ങളുടെ സമ്പാദ്യം നശിപ്പിക്കാതെ പരസ്പരം സ്നേഹിക്കാനും ബന്ധം ആസ്വദിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. അഫോ ഡേറ്റിംഗിൽ വിശ്വസിക്കുന്നവർക്ക് ഈ ബന്ധത്തിലൂടെ ഒന്നിലധികം നേട്ടങ്ങളാണ് ലഭിക്കുന്നതെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ബന്ധം തുടങ്ങുമ്പോൾ തന്നെ യഥാർത്ഥ്യങ്ങളിലൂന്നിയുള്ള ബന്ധമായിരിക്കും അത്. അതിലൂടെ രണ്ടുപേർക്കും സാമ്പത്തിക സമ്മർദ്ദങ്ങളും തെറ്റിദ്ധാരണകളും കുറയ്ക്കാൻ കഴിയും. ബന്ധം തുടങ്ങുമ്പോൾ തന്നെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് വ്യക്തമാക്കുന്നത് ഇരുവർക്കുമിടയിലെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുകയും ഉത്കണ്ഠ കുറയ്ക്കുകയും ചെയ്യും. കൂടാതെ ശരിയായ ബന്ധത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഈ തുറന്ന സമീപനത്തിലൂടെ സാമൂഹികമായ മാനദണ്ഡങ്ങൾ ഉണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദവും ഇല്ലാതാക്കുന്നു. സാമ്പത്തിക അതിർവരമ്പുകളും ബഹുമാനവും. ബന്ധങ്ങളിൽ സാമ്പത്തിക നിലയെക്കുറിച്ചുള്ള സത്യസന്ധമായ സംഭാഷണങ്ങൾ നിലനിർത്തുന്നതാണ് അഫോ ഡേറ്റിംഗിന്റെ ലക്ഷ്യം. തങ്ങളുടെ ബജറ്റുകളെക്കുറിച്ച് രണ്ട് പങ്കാളികളും പരസ്പരം തുറന്നു സംസാരിക്കുന്നു. അതിൽ ഡേറ്റുകളും സമ്മാനങ്ങളും മറ്റ് പ്രവർത്തനങ്ങളുമെല്ലാം ഉൾപ്പെടുന്നു. തങ്ങൾക്ക് ചെലവിടാൻ കഴിയുന്നതിലും കൂടുതൽ പണം ചെലവിടുന്നത് പങ്കാളികളിൽ കൂടുതൽ മാനസികമായും സാമ്പത്തികമായുമുള്ള സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. അനാവശ്യമായി പണത്തെക്കുറിച്ച് വിഷമിക്കുന്നതിനു പകരം പങ്കാളികൾക്ക് തങ്ങളുടെ ബന്ധത്തിൽ ഊന്നൽ നൽകാനും ആസ്വദിക്കാനുമുള്ള അവസരം ഒരുക്കുന്നു. പ്രണയബന്ധത്തിലായിരുന്നാൽ വലിയ തോതിലുള്ള പണച്ചെലവുണ്ടാകുമെന്നും പങ്കാളികൾക്ക് വിലയേറിയ സമ്മാനങ്ങൾ നൽകണമെന്നുള്ള പരമ്പരാഗത ചിന്താഗതികളെ വെല്ലുവിളിക്കുകയാണ് അഫോ ഡേറ്റിംഗ്. ഇതിൽ പങ്കാളികൾ പണം അധികമായി ചെലവഴിക്കുന്നതിനു പകരം തങ്ങളുടെ അനുഭവങ്ങൾ പങ്കിടുന്നതിനാണ് ഊന്നൽ നൽകുന്നത്. വീട്ടിൽ ഒന്നിച്ചുള്ള ഭക്ഷണം പാകം ചെയ്യൽ, ഒന്നിച്ച് നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ പ്രാദേശിക പരിപാടികളിൽ പങ്കെടുക്കുന്നത് മുതലായവ ബന്ധത്തിൽ പരസ്പരമായുള്ള ഇടയടുപ്പം വർദ്ധിപ്പിക്കുമെന്ന് അവർ കരുതുന്നു. സമ്മർദ്ദം കുറഞ്ഞ ഡേറ്റിംഗ്. നിങ്ങൾ വിദ്യാർത്ഥിയാണെങ്കിൽ ചിലപ്പോൾ വിദ്യാഭ്യാസ വായ്പ എടുത്തിട്ടായിരിക്കും കോളേജിലെ ഫീസ് അടയ്ക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ പങ്കാളിക്ക് കൂടുതൽ വിലയുള്ള സമ്മാനങ്ങൾ വാങ്ങി നൽകാൻ കഴിഞ്ഞേക്കില്ല. എന്നാൽ നേരെ മറിച്ച് സാമ്പത്തിക നിലയെക്കുറിച്ച് പങ്കാളിയോട് ആദ്യമേ തന്നെ വ്യക്തമാക്കുമ്പോൾ കൂടുതൽ മുൻവിധിയില്ലാതെ പങ്കാളിയെ സ്നേഹിക്കാൻ കഴിയും. പ്രണയത്തിലായ രണ്ടുപേരും പരസ്പരം സാമ്പത്തിക ചുറ്റുപാടുകളെക്കുറിച്ച് മനസ്സിലാക്കുന്നത് തങ്ങളുടെ സ്നേഹബന്ധങ്ങളിൽ ഊന്നൽ നൽകാൻ സഹായിക്കും.